എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മുൻവർഷ PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്സ് ഒഴികെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 2. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. 3. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ എല്ലാം ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. 2. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. 3. ഗാന്ധിജി ഈ സമരത്തെ പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 മാത്രം ശരി. മാവോ സേത്തുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായിരുന്നു. 2. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. 3. ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു. 4. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 മാത്രം ശരി. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. 2. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. 3. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. 4. തിരുവിതാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ മാത്രം ശരിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉർവശി ബൂട്ടാലിയ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആക്സിയം 4. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹംബൾട്ട് പ്രവാഹം. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വെക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റലിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്പേഡെക്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക. 1. സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാവുന്നു. 2. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. 3. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിൽ ഫൊൻ ശീതക്കാറ്റ് വീശുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2. ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മഹാനദി ഗോദാവരി ഡെൽറ്റ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. 1. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. 2. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. 3. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 10ാം പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? 1. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. 2. മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക. 3. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. 4. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഓപ്ഷൻ ഡി ആണ്. സുസ്ഥിര വികസനം. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി ആണ്. കർണാടക.
ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അമർത്യ സെൻ. ലേസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആഡം സ്മിത്ത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയ് 1934 ആണ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 2, 3. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗമേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആമുഖം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. 2. ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3. ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം. 4. ഭരണഘടനയുടെ വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയുത്തരമില്ല. തെറ്റായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. ചേരും പടി ചേർക്കുക. നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് നിർദ്ദേശക തത്വങ്ങൾ. ചേരും പടി ചേർക്കുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള. BNSSന്റെ പൂർണ്ണ രൂപമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏതു വിഭാഗത്തിന്റെ ക്ഷേമത്തിനായുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കു വേണ്ടി. കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS ആരംഭിച്ചത് എന്നു മുതൽ? ഉത്തരം ഓപ്ഷൻ എ ആണ് 2018. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേരളം. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കുകയും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് സ്ഥലത്തുമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2007 തിരുവനന്തപുരം. ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് APJ അബ്ദുൽ കലാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDMA ഒരു ഡാഷ് സ്ഥാപനമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നിയമാനുസൃത സ്ഥാപനം, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷിവകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. മനുഷ്യനിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ K. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഏപ്രിൽ 7. ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് എഡ്വേർഡ് വിൽസൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഫീമർ. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണുവേത്? ഉത്തരം ഓപ്ഷൻ സി ആണ് പ്ലാസ്മോഡിയം. താഴെ തന്നിരിക്കുന്നവയിൽ പോളിജനിക് പാരമ്പര്യത്തിനുദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മനുഷ്യ ത്വക്കിന്റെ നിറം. ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇലക്ട്രോണിക്സിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ത്യ. ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വിസരണം. 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 0. കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൽഗുംബസ് എന്ന മർമര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ചു കേൾക്കാം. ഇതിന് കാരണം ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അനുരണനം. സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് രാകേഷ് ശർമ്മ.
റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. താഴെ പറയുന്നവയിൽ ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സോഡിയം കാർബണേറ്റ്. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അമോണിയം നൈട്രേറ്റ്. താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബിസ്മത്ത്. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം? ഉത്തരം ഓപ്ഷൻ സി ആണ്, അഞ്ചിഗട്ട്. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, എയ്ഡൻ മാർക്രം. ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വാഗ്ബടാനന്ദൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3 മാത്രം. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1. കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. 3. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുക്കുന്നു. ശരിയായവ കണ്ടെത്തുക. 1. തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. 2. ഓണം, കേരളത്തിന്റെ ദേശീയ ഉത്സവം. 3. വിഷു, പുതുവർഷാരംഭത്തെയും പ്രകൃതി ഉണർവിനെയും സൂചിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, എല്ലാം ശരിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2 മാത്രം. PR ശ്രീജേഷ്, മനു ബാക്കർ. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 3 മാത്രം. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2. 2025 മെയ് 7 ആയിരുന്നു ഇത് നടന്നത്. 3. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവികസേനകൾ പങ്കെടുത്തു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2 മാത്രം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. ഒരു സോഫ്റ്റ്വെയറിന്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഫ്രീഡം 2 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുൻപ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ചു നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്നു പറയുന്നത്. 3. JNU ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, എല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 1. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റാൻ മോഡം ഉപയോഗിക്കുന്നു. 2. സിഗ്നലുകളെ പുനർനിർമ്മിക്കാൻ വേണ്ടി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു. 3. ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 3. വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നൊരു കർഷകന് എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സാത്തി. സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്ഡിക്ഷൻ പരിധികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം? ഉത്തരം ഓപ്ഷൻ സി ആണ്, E0 FIR. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിലുള്ളവ എല്ലാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2012. താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992.
താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ദുരന്ത നിവാരണ നിയമം 2005. 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. Give the correct verb form. 700 rupees dash too much for this sari. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഈസ്. Choose the best antonym for thrifty. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. extravagant. Remember to switch off the fan dash. Choose the appropriate tag. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. want you. Choose the correct preposition. We celebrate Independence Day dash 15 August. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. on. She was mending socks. Choose the correct passive form. Socks were being mended by her. The meaning of the idiom at 6s and 7s is. Option B ആണ് ആൻസർ വരിക. in a state of confusion. Choose the correctly spelled word. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. Mrs. Kamala said to Raju, place the dishes on the table. Choose the most appropriate indirect speech. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. Mrs. Kamala asked Raju to place the dishes on the table. The meaning of the word alma mater is. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ യൂണിവേഴ്സിറ്റി, സ്കൂൾ ഓർ കോളേജ് ദാറ്റ് വൺ ഫോർമർലി അറ്റൻഡഡ്. ഐ കാൺ ഡാഷ് മൈ റൂംമേറ്റ്സ് മെസ്സിനസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിംഗ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പുട്ട് അപ്പ് വിത്ത്. ഓഷ എന്ന വാക്കിന്റെ സമാനാർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ശബ്ദം. പക്ഷി എന്നർത്ഥം വരാത്ത പദം. ഓപ്ഷൻ സി ദ്വിജം. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻ എ പ്രേക്ഷകൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഗുരുക്കൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. കാസിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആകാശക്കോട്ട. സർവജ്ഞൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ശ്വശുരൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സരോജിനി നായിഡു. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പാമീർ പീഠഭൂമി. താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയൻ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സിന്ധു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ BR അംബേദ്കർ. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം. ഉത്തരം ഓപ്ഷൻ എ ആണ്. മലനാട്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിന്റെ ഉൽപ്പാദനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗോതമ്പ്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? 1 നിയമവാഴ്ച, 2 അവകാശങ്ങൾ, 3 മാധ്യമങ്ങൾ, 4 പ്രതിപക്ഷം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 ശരി. താഴെ തന്നിരിക്കുന്നതിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാങ്കിംഗ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1946. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ആണ്. വിമുക്തി. 1-ാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. PR ശ്രീജേഷ്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം. ഉത്തരം ഓപ്ഷൻ സി ആണ്. നിവർത്തന പ്രക്ഷോഭം. താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്? 1 സമത്വ സമാജം സ്ഥാപിച്ചു. 2 കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനനം. 3 സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. 4 ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ഉത്തരം ഓപ്ഷൻ എ ആണ്. വൈകുണ്ഠ സ്വാമികൾ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ത്യ. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഗാന്ധിജി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആറ്റിങ്ങൽ കലാപം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല. ഉത്തരം ഓപ്ഷൻ ബി. ആലപ്പുഴ.
താഴെ പറയുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് കബനി. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല? ഉത്തരം ഓപ്ഷൻ ബി ആണ് വയനാട്. ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ് ലാഭം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം? ഉത്തരം ഓപ്ഷൻ എ ആണ് നൈട്രജൻ. തമിഴ്നാട്ടിൽ നിന്നും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഇക്കോ ടൂറിസം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പെരിയാർ. 2025 ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരു. 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇന്തോനേഷ്യ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ചട്ടമ്പി സ്വാമികൾ. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ആലപ്പുഴ. കേരളത്തിന്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം? ഓപ്ഷൻ ഡി കോതമംഗലം. അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ എ ആണ് അയ്യങ്കാളി. വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്പൂതിരി സമുദായം. ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗര ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആദിത്യ L1. ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക കാറ്റിന്റെ ദിശാമാറ്റം. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം? രാജ്യ സമാചാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെന്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് IPL. രാസോർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ്? ഓപ്ഷൻ സി ആണ് വൈദ്യുത സെൽ. AC ജനറേറ്ററിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1, 3 ശരി. AC ജനറേറ്റർ ദിശ മാറുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. AC ജനറേറ്ററിന്റെ ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിങ്സ്. ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം? ഉത്തരം ഓപ്ഷൻ ബി ആണ് യാന്ത്രികോർജ്ജം വൈദ്യുത ഊർജ്ജമായി മാറുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 2, 3 ശരി. ഇതിൽ 1 ന്യൂട്രലും 3 ഫേസുകളുമാണ്. ന്യൂട്രൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഫേസിനും ന്യൂട്രലിനുമിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ടാണ്. ഇന്ത്യയിൽ വിതരണത്തിനു വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 50 ഹെർട്സ്. വൈദ്യുതോർജ്ജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കുവാനും ഉപയോഗിക്കുന്ന ഘടകമാണ്? ഓപ്ഷൻ ബി ആണ് കപ്പാസിറ്റർ. വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചതാര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ആംപിയർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഹാക്സോ ബ്ലേഡ്. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കിലോ വോൾട്ടിലാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 11 കിലോ വോൾട്ട്. വൈദ്യുതോർജ്ജം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വാട്ട് അവർ മീറ്റർ. തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേടായ സെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഒരു അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിന്റെ 2 ടെർമിനലുകൾ? ഉത്തരം ഓപ്ഷൻ ബി ആണ് തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് സുരക്ഷാ ഫ്യൂസ്. ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം? ഉത്തരം ഓപ്ഷൻ സി ആണ് ടങ്സ്റ്റൺ. ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 1, 2 ശരി. പവറിൽ വ്യത്യാസം വരാതെ AC-യുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. AC-യുടെ വോൾട്ടത ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും AC-യുടെ വോൾട്ടത താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 230 വോൾട്ട്.
തന്നിട്ടുള്ളവയിൽ ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് LED. വൈദ്യുതി കടത്തിവിടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് പ്ലാസ്റ്റിക് സ്കെയിൽ. പുനരുപയോഗിക്കാവുന്ന വൈദ്യുത സ്രോതസ്സുകൾ താഴെ പറയുന്നവയിൽ ഏത് ജോഡിയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് സൗരോർജം, കാറ്റ്. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണങ്ങളിൽ ശരിയായവ ഏതൊക്കെ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 1, 3, 4 ശരി. ചെമ്പിന് അലൂമിനിയത്തേക്കാൾ വില കൂടുതലാണ്. ചെമ്പ് അലൂമിനിയത്തേക്കാൾ സാന്ദ്രതയും ഭാരവുമുള്ളതാണ്. വായു, ഈർപ്പം എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശനത്തിന് വിധേയമാവുന്നു. വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി 230 വോൾട്ടാണ്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുതി നിലയത്തിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഇടുക്കി. ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന MCBയുടെ പൂർണ്ണരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഷോക്ക് ഏറ്റയാളെ രക്ഷിക്കാൻ നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് വൈദ്യുത ചാലകങ്ങളല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്ക് ഏറ്റയാളെ വൈദ്യുത സമ്പർക്കത്തിൽ നിന്നും മാറ്റുക. വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 1, 3. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു. വൈദ്യുതി വിതരണത്തിനുള്ള ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നുപോവാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അലൂമിനിയം. സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവയാണ് ചിഹ്നങ്ങൾ. ചാലക കമ്പിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നു. ജനറേറ്ററുകളിലെ ഊർജ്ജമാറ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാവുന്നു. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് ഓപ്ഷൻ എ ആണ് സോളാർ സെല്ലുകൾ. ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 230 വോൾട്ട്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപനിലയം. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് നാഫ്ത. 3-പിൻ പ്ലഗിലെ എർത്ത് പിന്നിന്റെ പ്രത്യേകതകളിൽ ശരിയായവ ഏതൊക്കെ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 2, 3, 4 ശരിയാണ്. 3-പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടുമായി ആദ്യം സമ്പർക്കത്തിൽ വരുന്നു. എർത്ത് വയറായി കനം കൂടിയ ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നതിനാൽ പ്രതിരോധം കുറഞ്ഞ പാത സൃഷ്ടിക്കപ്പെടുന്നു. എർത്ത് പിന്നിന് മറ്റ് 2 പിന്നുകളെ അപേക്ഷിച്ച് വണ്ണവും നീളവും കൂടുതലായിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ വൈദ്യുതിയുടെ ചാലകങ്ങളായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വർണം, ചെമ്പ്, അലൂമിനിയം. വൈദ്യുത വിതരണ സംവിധാനത്തിൽ ഫീഡറിന്റെ ഉപയോഗം എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും വൈദ്യുതി വിതരണ കേന്ദ്രത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നു. വൈദ്യുതി വിതരണത്തിൽ ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം എന്ത്? ഉൽപാദന കേന്ദ്രത്തിൽ നിന്നുമുള്ള വൈദ്യുതിയെ ഉപഭോക്താവിന് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് നിയന്ത്രിക്കുന്നു. ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള പരസ്പര ബന്ധിതമായ ശൃംഖല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇലക്ട്രിക്കൽ ഗ്രിഡ്. വൈദ്യുത ഉപഭോഗം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വാട്ട് അവർ മീറ്റർ. പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 11 കിലോ വോൾട്ട്. ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. 2. 1791 ജൂലൈ 14 ജനക്കൂട്ടം ബാസ്റ്റിൽ കോട്ട ആക്രമിച്ചു. 3. അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തേതും മൂന്നാമത്തേതും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? 1. കുളച്ചൽ യുദ്ധം, 2. ആറ്റിങ്ങൽ കലാപം, 3. തൃപ്പടിദാനം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 2, 1, 3. ആദ്യം നടക്കുന്നത് ആറ്റിങ്ങൽ കലാപം, അതിനുശേഷം കുളച്ചൽ യുദ്ധം, അതിനുശേഷം തൃപ്പടിദാനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തേത് മാത്രമാണ് ശരി. ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇൽബർട്ട് ബിൽ വിവാദം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്?
1. കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ സി കേശവൻ അറസ്റ്റിലായി. 2. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. 3. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. 4. ഇ വി രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതു പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗ്രീൻലാൻഡ്. വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. 2. വായു ചൂടാവുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാവുന്ന ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. 3. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് ശൈലവൃഷ്ടിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2 എന്നിവ മാത്രം. ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്രജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കുക. നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രം, കുറോഷിയോ പ്രവാഹം പസഫിക് സമുദ്രം, ലാബ്രഡോർ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം, ഹംബോൾട്ട് പ്രവാഹം ആർട്ടിക് സമുദ്രം. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. 2. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 3. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3 എന്നിവ മാത്രം. വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത്. 2. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. 3. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 എന്നിവ എല്ലാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. 2. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാന്റിൽ സ്ഥിതി ചെയ്യുന്നു. 3. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 എന്നിവ എല്ലാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് GSLV Mk3 എന്ന വിക്ഷേപണ വാഹനമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2 മാത്രം. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, മോണ്ടക് സിംഗ് അലുവാലിയ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതകൾ. 1. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. 2. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം. 3. ഉയർന്ന വ്യവസായ പുരോഗതി. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 2 ശരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഉത്തരം ഓപ്ഷൻ സി ആണ്, പരുത്തിത്തുണി വ്യവസായം. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതു തരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രചലിത നിക്ഷേപം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ. 1. പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു. 2. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. 3. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. 4. ഇന്ത്യയിൽ കാർഷിക വികസനത്തിന് സാധ്യതകളില്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2, 3 ശരിയാണ്. 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബെൻ എസ് ബെർനാങ്ക്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ദിബ്വിക്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1. 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭം. 2. അന്തർദേശീയ സ്ഥാപനങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. 3. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3 ശരി.
2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPCയുടെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ് ജഗദാംബിക പാൽ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 106-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ജന്മസിദ്ധമായ പൗരത്വം. 2. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. 3. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. 4. പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 കൽക്കട്ടയിൽ വെച്ചാണ്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 4 ശരി. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അനന്യം പദ്ധതി. കേരളത്തിൽ GSDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. തൃതീയ മേഖല. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 2. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. 3. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. 4. പ്രകൃതിയിലെ സ്വാഭാവിക ജല സംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ശരി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മിച്ചഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക. കേരളത്തിലെ 7-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്. KN ഹരിലാൽ. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്. റവാഡ A ചന്ദ്രശേഖർ. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപെൻറ്റിയർ, ജെനിഫർ എഡൌഡ്ന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. CRISPR-Cas9. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. സൂപ്പർ ബഗുകൾ. കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലൈസോസൈം. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വേദന. താഴെ തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. യുറാസിൽ. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സെപ്റ്റംബർ 29. അനേറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ? ഉത്തരം ഓപ്ഷൻ സി ആണ്. ബാക്ടീരിയ. RBCയിലെ വർണ്ണകം? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹീമോഗ്ലോബിൻ. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 6-ഉം ഫോക്കസ് ദൂരം F-ഉം ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. F=R/2. കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരികെ അതേ സ്ഥാനത്തു തന്നെ എത്തുകയാണെങ്കിൽ പന്തിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ ആണ്. 0. മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുക്കുന്നവയിൽ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശിവശക്തി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വജ്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ വാതകങ്ങൾ? ഓക്സിജൻ, ഹീലിയം, ഹൈഡ്രജൻ, നിയോൺ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം. കാർബൺ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏത്? പ്രസ്താവനകൾ വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാവുന്ന വാതകം അല്ലെങ്കിൽ വാതകങ്ങൾ ഏത്? 1 അമോണിയ, 2 സൾഫർ ഡയോക്സൈഡ്,
3 കാർബൺ മോണോക്സൈഡ്, 4 നൈട്രജൻ ഡയോക്സൈഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. 2. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. 3. 1996 രൂപം കൊണ്ട ലണ്ടൻ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നീലക്കുയിൽ. വരിക വരിക സഹചരേ സഹന സമര സമയമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പയ്യന്നൂർ സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് കുച്ചിപ്പുടി. ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഭീമസേനൻ. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യ. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് ക്രിക്കറ്റ്. സാധനങ്ങളിലെ ദ്വിമാന കോഡിന്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് QR കോഡ് റീഡർ. ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മോസില്ല ഫയർഫോക്സ്. ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹബ്ബ്. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകവും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗ് ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചനാ ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കണ്ണാടിപ്പായ. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിന് എതിരെയുള്ള നിയമമാണ്? ആർട്ടിക്കിൾ 17. വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 10. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെന്റ് പിന്തുണയോടെയുള്ള OTT പ്ലാറ്റ്ഫോമിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ് സി സ്പേസ്. പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? ഉത്തരം ഓപ്ഷൻ ബി ആണ് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷൻ. ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക. I just forgot to bring the book. Identify the part of speech of the underlined word. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇന്റർജെക്ഷൻ. Choose the correct pair of prepositions to complete the sentence. The documentary will be screened dash the conference hall dash the second floor tomorrow. ഉത്തരം ഓപ്ഷൻ എ ആണ് in and on. Use the correct tense form to complete the given sentence. They dash the club a year ago. ഉത്തരം ഓപ്ഷൻ സി ആണ് joined. Fill in the blank using the correct word to complete the idiom a bolt from the dash. ഉത്തരം ഓപ്ഷൻ ഡി ആണ് blue. Convert the following sentence from active voice to passive voice form and choose the correct answer. They selected him. ഉത്തരം ഓപ്ഷൻ ബി ആണ് he was selected by them. Find out the incorrectly spelled word from the options given below. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. Find out the idiom which means decide or agree to stop doing something. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് call it a day. Which of the following is not a synonym for the word assuage? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് aggravate. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മയിൽ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ശതകം ചൊല്ലിക്കുക. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ? ഉത്തരം ഓപ്ഷൻ സി ആണ് നൈയായികൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ? ഉത്തരം ഓപ്ഷൻ എ ആണ് നൃപേന്ദ്രൻ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അധോമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉന്മുഖൻ.
തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തരം ഓപ്ഷൻ സി ആണ്, ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പണ്ഡിത രമാബായി. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 1. 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. 2. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. 3. ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക. 4. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഭരണഘടനാ ദിനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നവംബർ 26. ഏതു ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 42ാം ഭേദഗതി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, രാജാറാം മോഹൻ റോയ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചൗരി ചൗര സംഭവം. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പാർലമെന്റ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ശരിയുത്തരം ഓപ്ഷനിൽ ഇല്ല. ശരിയുത്തരം 1924. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, മന്നത്ത് പത്മനാഭൻ. വരിക വരിക സഹചരി സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉപ്പു സത്യാഗ്രഹം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തെരഞ്ഞെടുത്തത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉള്ളൊഴുക്ക്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ദിവ്യ ദേശ്മുഖ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവനാരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യ. ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉത്തര മഹാസമതലം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യയുടെ മാനക രേഖാംശം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 86 ഡിഗ്രി 30 മിനിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൈദരാബാദ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നീലഗിരി കുന്നുകൾ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ ആണ്, നെടുങ്കണ്ടം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാനാഞ്ചിറ തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വയനാട്. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പെരിയാർ. ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മലപ്പുറം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജോൺ ജോസഫ് മർഫി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ഉത്തരം ഓപ്ഷൻ സി ആണ്, മംഗളവനം.
ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് കണ്ണൂർ. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് എറണാകുളം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗഗൻയാൻ. ഏത് മഹാരാജാവിന്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ് സ്വാതി തിരുനാൾ മഹാരാജാവ്. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ? ഉത്തരം ഓപ്ഷൻ സി ആണ് 2, 4 മാത്രം. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഗുൻസ്രു. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് ഫുട്ബോൾ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മറിയ കൊറീന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഉത്തരം ഓപ്ഷൻ സി ആണ് CP രാധാകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. 2028 ഒളിമ്പിക്സ് വേദി? ഉത്തരം ഓപ്ഷൻ എ ആണ് ലോസ് ആഞ്ചലസ്. തന്നിരിക്കുന്നവയിൽ ഹരിത ഗൃഹവാതകമേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മീഥെയ്ൻ. ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിന്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ. പയറിന്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പ്രസ്താവന: ഇടതു വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലതു വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം ഇടതു വെൻട്രിക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക. 2. സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക. 3. വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. 4. വ്യാവസായിക ലോഗിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2, 3 ശരി. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് BR ഗവായ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ആരോഗ്യം ആനന്ദം. ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. അടുത്ത ചോദ്യം: ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇവ രണ്ടും. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സിങ്ക്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം? ഓപ്ഷൻ എ ആണ്. അക്കൗസ്റ്റിക്സ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ്. തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം? ഓപ്ഷൻ ബി ആണ്. വിഴിഞ്ഞം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശൈലി. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സ്. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. 1. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക. 2. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. 3. സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. 4. നഗരചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. വിറ്റാമിൻ B3 പെല്ലഗ്ര. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനുദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. വയോ അമൃതം. എംഫിസിമ എന്ന രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ശ്വാസകോശം. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ
ഏത് വിഭാഗത്തിൽ പെട്ടവരെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് പോളിയോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1, ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. പ്രസ്താവന 2, വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്പറേഷൻ അജയ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3 തെറ്റാണ്. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇ. സന്തോഷ് കുമാർ. ഉർവശി ബുട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ത്യ വിഭജനം. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4. ജോർജ് യൂൾ, ആനന്ദ് മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത. 1847 ഹെർമൻ ഗുണ്ടേർട്ട് ആരംഭിച്ച ദിനപത്രം അല്ലെങ്കിൽ പത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 4. പശ്ചിമോദയം, രാജ്യസമാചാരം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. MR രാഘവ വാര്യർ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ? പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1, ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. 2, കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു. 3, ഒരു കുന്നിനെ പ്രതിനിധീകരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ ഉള്ളിലേക്ക് പോകുന്തോറും അവയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ മാത്രം. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. ഓപ്ഷൻ എ ആണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ല. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? 1, ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ്. 2, 2023 സെപ്റ്റംബർ 2 PSLV C-57 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. 3, സൂര്യന്റെ അടുത്തുള്ള L4 ലഗ്രാഞ്ച് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രം. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ധനകാര്യ മന്ത്രാലയം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? 1, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. 2, രാസവളങ്ങളും കീടനാശിനികളും. 3, ദരിദ്ര കർഷകർ, ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2. നീതി ആയോഗിന്റെ ആസ്ഥാനം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡൽഹി. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കേന്ദ്ര ബജറ്റ് 2023-24. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്. വൈദ്യുത കാർ നിർമ്മാണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും.
1955 ഇന്ത്യൻ പൗരത്വം നിയമമനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടുത്താത്ത വസ്തുത. ഓപ്ഷൻ ബി ആണ്, നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. താഴെ പറയുന്നതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? 1. ലോക്സഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി മാറ്റിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 2. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കി തീർത്തു. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 42ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? 1. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കി സ്വീകരിച്ചതാണ്. 2. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണ് ഉള്ളത്. 3. മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പു നൽകുന്നു. 4. മൗലിക കടമകൾ അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2, 3 മാത്രം. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ്? 1. 1977 രൂപീകൃതമായ അശോക് മേത്ത കമ്മിറ്റി ജില്ലാ, ബ്ലോക്ക്, ഗ്രാമതലങ്ങളിൽ ത്രിതല ഗവൺമെന്റ് ശുപാർശ ചെയ്തു. 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. 3. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ജില്ലാതലം, ബ്ലോക്ക് തലം എന്നിങ്ങനെ ദ്വിതല ഗവൺമെന്റുകൾക്ക് ശുപാർശ നൽകി. 4. പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2, 4 മാത്രം. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പ്രസ്താവനകൾ ഒന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2, 4 മാത്രം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേരള ട്രൈബൽ പ്ലസ്. സൈബർ ലോകത്ത് വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൂട്ട്. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, IgM. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. ഒനോത്തറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, മ്യൂട്ടേഷൻ സിദ്ധാന്തം. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആയുഷ്മാൻ ഭാരത് PMJAY. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. താഴെ പറയുന്നവയിൽ മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1. അൾട്രാ വയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണത്തേക്കാൾ കൂടുതൽ ഊർജമുണ്ട്. 2. എക്സ്റേക്ക് ഗാമ വികിരണത്തേക്കാൾ തരംഗ ദൈർഘ്യം കൂടുതലാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് യോജിച്ചത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം ശരി. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജം 200 kWh ആണെങ്കിൽ ആകെ ഊർജത്തിന്റെ അളവ് ജൂളിൽ എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ്. 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിഹോൺ ഹിഡാങ്ക്യോ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ സി ആണ്, മൊളാരിറ്റി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബോയിൽ നിയമം.
പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? ഉത്തരം ഓപ്ഷൻ എ ആണ്. പാലിനാണ് pH മൂല്യം കൂടുതലുള്ളത്. ഗ്രാഫീൻ എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാർബണിന്റെ ഒരു അലോട്രോപ്പ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1975 ഇംഗ്ലണ്ട്. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പഴശ്ശി കലാപം. താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. 1. 2025 ONV പുരസ്കാരം കവി N. പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണ്. 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് KR മീരയ്ക്കാണ് ലഭിച്ചത്. 2024 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 മാത്രം. കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 മാത്രം. ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാവുന്ന തീപിടുത്തം. ജ്വലനത്തിനടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കൂളിംഗ്, സ്മോത്തറിംഗ്, സ്റ്റാർവേഷൻ. തീയുടെ വ്യാപനത്തിന് ആവശ്യമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതൊന്നുമല്ല. ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. ജ്വലനോഷ്മാവ്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ. യൂണിറ്റ് മാസുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവക അവസ്ഥയിലേക്ക് മാറുന്നതിന് ആവശ്യമായ താപമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ്രവീകരണ ലീനതാപം. ഉത്പതനം എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖരപദാർത്ഥത്തിൽ ആണ് സംഭവിക്കാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സോഡിയം ക്ലോറൈഡ്. ചുവടെ ചേർക്കുന്നവയിൽ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ടങ്സ്റ്റൺ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ UN നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. UN നമ്പർ 1075. അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? 1. മഗ്നീഷ്യം സ്റ്റിയറൈറ്റ്. 2. സോഡിയം ക്ലോറൈഡ്. 3. ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതൊന്നുമല്ല. ദുരന്ത അല്ലെങ്കിൽ അപകട സാഹചര്യങ്ങളിൽ വ്യക്തികളുടെ പരിക്കിന്റെ തീവ്രതയെയും നൽകേണ്ട ചികിത്സയെയും അടിസ്ഥാനമാക്കി അപകടത്തിൽപ്പെട്ടവരെ തരം തിരിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ട്രയേജ്. CPRന്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ. ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിൻ്റെ ഭാഗങ്ങൾ ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കി പുറത്തു വരുന്ന തരത്തിലുള്ള അസ്ഥിഭംഗത്തെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. കോമ്പൗണ്ട് ഫ്രാക്ചർ. പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3 മാത്രം. പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതൊന്നുമല്ല. ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായുസഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. ചോക്കിംഗ്. IRCSന്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ധമനികൾ പ്രത്യേക മർദ്ദബിന്ദുവായി കണക്കാക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 206. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. KR നാരായണൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66-ാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ? ഓപ്ഷൻ സി ആണ്. 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. He apologized for arriving late. The word late in the above sentence is option A ആണ്. adverb. 20% of the students dash completed the assignment on time. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. have.
വി നീഡ് ഡാഷ് ഷുഗർ ടു ബേക്ക് ദ കേക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നോ ആർട്ടിക്കിൾ. ബൈ ദ ടൈം ദ ഗസ്റ്റ്സ് അറൈവ് വി ഡാഷ് ദ ഹോൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിൽ ഹാവ് ഡെക്കറേറ്റഡ്. ഹി ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഡൽഹി ഡാഷ് 2015. ഉത്തരം ഓപ്ഷൻ സി ആണ്, സിൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് പ്ലൂറൽ ഓഫ് അപ്പൻഡിക്സ് വെൻ റെഫറിംഗ് ടു ടെക്സ്റ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് കോമ്പൗണ്ട് വേർഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്നോഫോൾ. ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു അബ്രിഡ്ജസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കണ്ടൻസ്. വാട്ട് ഡസ് സുവോമോട്ടോ മീൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ. ദ ഇഡിയം ജംപ് ഓൺ ദ ബാൻഡ്വേഗൺ മീൻസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ടു ജോയിൻ അതേഴ്സ് ഇൻ ഡൂയിങ് സംതിങ് പോപ്പുലർ. ജനം എന്നെഴുതി ജനം എന്നുച്ചരിക്കുന്നു, എന്തുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു. ഈ വാക്യത്തിലെ വിഭക്തി ഏത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമാസ വിഭക്തി. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസ്സാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ. ഒറ്റപ്പദം ഏത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കടലാസുപുലി. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അനുപ്രയോഗം. സഖാവ് എന്നതിന്റെ സ്ത്രീലിംഗം ഏത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സഖി. ഐഹികം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ശരിയായ പദം ഏത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അക്രതു എന്ന പദത്തിന്റെ അർത്ഥം എന്ത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബുദ്ധിയില്ലാത്ത.